പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല പ്രഭാതവും ഒരു നല്ല ദിവസവും നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു നന്ദി നിറഞ്ഞ ജീവിതം ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളൊക്കെ തീരാൻ വളരെ എളുപ്പം ഒരു വഴിയുണ്ട്. അതാകുമ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് എളുപ്പം പറയാൻ പറ്റുന്ന കാര്യവും കൂടെ. കാരണം ഒരച്ഛനെ വിട്ടിട്ട് ലിസിറ്റും ഇല്ലിസിറ്റുമായിട്ടുള്ള കുർബാന ചെല്ലിക്കുമെന്നും പറഞ്ഞയച്ചിട്ട് ഇടവക്കാരെ എല്ലാം വിഷമിപ്പിക്കുന്നതിനേക്കാൾ ഒത്തിരി എളുപ്പമുള്ളൊരു കാര്യം പമ്പ്ളാനി പിതാവും അതുപോലെ തട്ടിൽ പിതാവും കൂടെ സെൻറ്റ് മേരീസ് ബസിലിക്കായിൽ ഒരു ഇൻലിസിറ്റ് കുർബാന അങ്ങ് ചെല്ലിയാൽ മതി. അപ്പം ഞങ്ങളെല്ലാവരും അറിയും. അപ്പം ഞങ്ങൾ ഇനിയും വഴക്കുണ്ടാക്കാൻ പോകത്തില്ല. 100% സക്സസ് ആയിരിക്കും. കാരണം ഈ പൈശാചിക ശക്തിയോട് കുസ്തി പിടിച്ച് തോൽവി സമ്മതിച്ചു കൊടുത്താൽ പ്രശ്നം തീരുമല്ലോ. അതുകൊണ്ട് എത്രയും വേഗം അങ്ങനെ ഒരു കാര്യം ചെയ്ത് അവസാനിപ്പിച്ചാൽ അത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഈ സഭയ്ക്ക് വലിയൊരു സമാധാനത്തിൻ്റെ അവസ്ഥയാകും. അതിൻ്റെ വരുമാരായി എന്തെങ്കിലും വരട്ടെ. ഏതായാലും ഇപ്പം നിങ്ങളതൊക്കെ നടത്താനാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു ദുഷ്ടത്തരമാണ് ഈ കാണിക്കുന്നത്. ദൈവജനത്തെ ചവിട്ടിക്കൂട്ടുമ്പോൾ അധികാരികളായ നിങ്ങൾ, ഞങ്ങളെ രക്ഷിക്കേണ്ട നിങ്ങൾ, അവരുടെ കൂടെ നിന്ന് ഞങ്ങളെ ചവിട്ടുന്ന നിങ്ങളുടെ ഈ തറപ്പരിപാടി എന്താ പറയണ്ടേ? പമ്പ്ളാനി പാമ്പ് പോലെ വളഞ്ഞു പോണ ഒരു പരിപാടി വേണ്ട. നേരെ പോകാൻ പറയട്ടെ. തട്ടായിട്ട് തട്ടിലെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? ഓരോന്നിനെയും ഓരോ തട്ടിലാക്കി വെച്ചിരിക്കുകയല്ലേ ഇപ്പോൾ. കഷ്ടമാണിത്. പറഞ്ഞ് ഞങ്ങളുടെ തന്നെ നാണം, ഞങ്ങൾക്ക് എല്ലാ നാണവും പോയി. ഞങ്ങളുടെ കൺട്രോൾ വരെ പോവുക. അതുങ്ങളൊക്കെ എന്തൊക്കെ പരിപാടിയായി കാട്ടിക്കൂട്ടുന്നത്. 6-ാം തമ്പുരാനിലെ അവസ്ഥയായത്. കൊളപ്പള്ളി അപ്പൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് കൊടിയ തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന അവസ്ഥ. തിന്മയെ പേടി നിങ്ങളെന്തിനാ ജീവിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? വിശ്വാസ ജീവിതത്തിനാണെങ്കിൽ അതിന് തക്കതായ തരത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. അതല്ലാതെ തെക്കോട്ടും വടക്കോട്ടും വളഞ്ഞു പോയി ലോകത്തിൻ്റെ ലെവലിൽ ജീവിക്കാനാണെങ്കിൽ ദുഷ്ടനെ എതിർക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ ഇട്ടിട്ട് പോകുന്നേ. നിങ്ങളൊക്കെ കയറി വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ വലുതായിരുന്നു, ദൈവനീതി നടപ്പിലാകുമെന്ന്. ഇപ്പോൾ ദൈവനീതി ഇല്ല, ലോകനീതി ഇല്ലാതായിപ്പോയി. ഒരു വൃദ്ധനായ പുരോഹിതനെ ചവിട്ടിക്കൂട്ടിയിട്ട് ഒരു പ്രശ്നവുമില്ല. അതിന് നേതൃത്വം കൊടുത്തവനെതിരെ ഒന്നുമില്ല. 21 എണ്ണത്തിന് ചവിട്ടിക്കൂട്ടി ആ അരമന കോമ്പൗണ്ട് മുഴുവൻ പ്രശ്നമുണ്ടാക്കിയെന്നൊന്നുമില്ല. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച് ആ മൂത്രപ്പരയുടെ മുമ്പിൽ ബലിയർപ്പിച്ചിട്ടും അവർക്കെതിരെ ഒരു നടപടിയുമില്ല. എന്തിനാണോ ഇങ്ങനെ അപ്പനായിരിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരുന്നു. ഗതികേടാണിത്. ഗതികേട് കൊണ്ട് ചോദിക്കുന്നതാണ്. പിതാവെന്നാ പേര്. ആരുടെ പിതാവാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അപ്പം നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ സഭയിൽ ഞങ്ങളുടെ പിതാവാണെന്ന് തോന്നുന്നില്ല. തിന്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, തിന്മയെ അയച്ചയച്ച് വിടുന്ന, തിന്മയ്ക്ക് വളരാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ചെയ്തു കൊടുക്കുന്ന പിതാവ് നിങ്ങൾ ആരുടെ പിതാവാണ്? നിങ്ങൾക്ക് പിതാവെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത എന്താണ്? സഭയെ എടുത്തു വെച്ചുകൊണ്ടാണോ? പല ഈ നാട്ടുമ്പുറത്തൊരു വാക്കുണ്ട്, പെറ്റാൽ അമ്മയാകില്ല, അമ്മയാകണമെങ്കിൽ അതിനെ വളർത്തണമെന്ന്. ഇതുപോലെ പിതാവെന്ന് പേര് കിട്ടിയതുകൊണ്ട് പിതാവാകുന്നില്ലല്ലോ. പിതാവിനടുത്ത കടമ ചെയ്യുവാൻ, തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ആത്മാക്കളുടെ നിത്യരക്ഷ കണക്കാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആരെങ്കിലും വട്ടം പിടിക്കുമ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് ദൈവജനത്തെ നശിപ്പിക്കാനല്ല. സങ്കടം. ഒരു കൊളപ്പുള്ളി അപ്പനെ പോലെ ആകരുത് നിങ്ങൾ രണ്ടുപേരും. കഷ്ടമാണിത്, നാശമാണിത്. നിങ്ങൾക്കും നാശമാണ്. ദൈവജനത്തെ ദൈവം രക്ഷിക്കും കേട്ടോ. നിങ്ങളിനി ആ കാര്യമൊന്നും ഓർക്കണ്ട. ദൈവജനത്തെ ദൈവം രക്ഷിക്കും. ദൈവത്തിന് കളയാൻ പറ്റില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും കുപ്പായ ഊരിപ്പോകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കുപ്പായം തന്നാൽ ഞാനൊന്നുമല്ല, എങ്കിലും ഞാൻ പറയുന്ന പ്രവൃത്തി കൊണ്ട് ആ കുപ്പായ ഊരിപ്പോകും. ഇതിനു മുമ്പുള്ള ചിലർക്കൊക്കെ സംഭവിച്ചത് തന്നെ സംഭവിക്കും. ഏതായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇതുവരെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങളെ നയിക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുമില്ല.
പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ നിങ്ങളെ രണ്ടുപേരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം വളരെ സത്യമാണ്, ദൈവം പരാജയപ്പെടില്ല, ദൈവത്തിൻ്റെ പദ്ധതികളും പരാജയപ്പെടില്ല. സാത്താൻ അല്പം ഉന്തി തള്ളി മുന്നോട്ട് നീക്കാൻ പറ്റുമെന്നല്ലാതെ ഒരു തരത്തിലും ദൈവത്തെ പരാജയപ്പെടുത്താൻ സാത്താന് പറ്റില്ല. ഞങ്ങൾ വിജയിച്ചിരിക്കും, ഞങ്ങളുടെ കൂടെ കർത്താവുണ്ട്, ഞങ്ങൾ കർത്താവിൻ്റെ കൂടാണ്, അവിടുത്തെ മക്കളായി തന്നെ ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കഠിനമായി പ്രാർത്ഥിക്കുക. അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ദൈവം സ്വർഗം ഇടപെട്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. കമൻ്റ് ഇട്ടോ, ചീത്ത പറഞ്ഞ് കമൻ്റ് ഇട്ടെന്ന് വിചാരിച്ച് ഞാനിതൊന്നും നിർത്താൻ പോണില്ല. കാരണം എൻ്റെ നീതിബോധം എന്നെ നയിക്കുന്ന വഴിയിലേ ഞാൻ പോവുകയുള്ളൂ. ആമേൻ.